ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു സോയാബീൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇതുപോലൊരു സോയാബീൻ കറി നിങ്ങളെ വീട്ടിൽ തയ്യാറാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയ്ക്കും രുചിയിൽ സോയാ ചങ്ക്സ് വെച്ചിട്ടൊരു കറി തയ്യാറാക്കാൻ പറ്റുമോ എന്ന് ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും. എന്തിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കറിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണിത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാ തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ഒരു കറി തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് സോയാ ചങ്ക്സ് ആണ്. ഞാനിപ്പോൾ ഇതുപോലെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള സോയാ ചങ്ക്സ് ആണ് എടുത്തിട്ടുള്ളത്. ഏത് സൈസിലുള്ളത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഒരു കപ്പ് നിറയെ എടുത്തിട്ടുണ്ട്. അതൊരു ബോളിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ സോയാ ചങ്ക്സ് നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കാനായിട്ട് നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. നന്നായിട്ട് ചൂടുണ്ടായിരിക്കണം വെള്ളം ചേർക്കുമ്പോൾ. ഏകദേശം ഒരു 5 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. അത്രയും സമയം കൊണ്ട് തന്നെ നന്നായിട്ട് ഒന്ന് സോഫ്റ്റായി കിട്ടും. നമ്മളിതിപ്പോൾ ഇങ്ങനെ ഒന്ന് കുതിർക്കാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നല്ലതുപോലെ തന്നെ നമ്മുടെ സോയാ ചങ്ക്സ് എല്ലാം ഒന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കംപ്ലീറ്റ് വെള്ളവും മാറ്റിയിട്ട് നല്ലതുപോലെ ഇതൊന്ന് പിഴിഞ്ഞ് നമുക്കിത് എടുക്കാം. ഇപ്പോൾ ഇതിലെ കംപ്ലീറ്റ് വെള്ളവും മാറ്റിയിട്ട് നല്ലതുപോലെ ഞാനിതൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നിറയെ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 2 ടീസ്പൂൺ നിറയെ തന്നെ മല്ലിപ്പൊടിയും കൂടി, 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടി കൂടി ആവശ്യമായിട്ടുണ്ട്. അതും കൂടി ചേർക്കാം. ഇനി നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ അളവിൽ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ഇനി വേണ്ടത് 1/4 കപ്പ് അളവിൽ തൈരും കൂടിയാണ്. അധികം പുളിയുള്ള തൈര് നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കരുത് കേട്ടോ. അപ്പോൾ ഇത് പുളി കുറഞ്ഞിട്ടുള്ള തൈരാണ്. 1/4 കപ്പ് അളവിൽ മതിയാവും. 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് നമുക്ക് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് നമ്മുടെ ഈ സോയാബീന് കുറഞ്ഞതൊരു 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാവുന്നതാണ്. അത്രയും സമയം കൊണ്ട് തന്നെ നല്ലതുപോലെ ഈ മസാലയൊക്കെ നമ്മുടെ ഈ സോയാബീനിൽ പിടിച്ചിട്ടുണ്ടാവും. ഈ ഒരു സമയം കൊണ്ട് ഞാനിപ്പോൾ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ അളവിൽ മുഴുവൻ പെരുംജീരകം ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ 2 ഏലക്കയും 3 ഗ്രാമ്പും 2 പീസ് അളവിൽ കറുവാപ്പട്ട എടുത്തിട്ടുണ്ട്. അതും കൂടി ഇത് ഇത്രയും ചെറിയ രീതിയിൽ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് മീഡിയം സൈസിൽ 2 സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇച്ചിരി വലുതാണെന്നുണ്ടെങ്കിൽ 1.5 സവാള മതിയാവും. സവാളയും ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി കിട്ടണം. ആ ഒരു സമയം വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഒന്ന് വഴണ്ടി കിട്ടിക്കോളും. ഈ ഒരു രീതിക്ക് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മളൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് തണുത്തിട്ട് ഇത് നല്ലതുപോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് വീണ്ടും അതേ കടായിലേക്ക് തന്നെ ഒരല്പം എണ്ണയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന നമ്മുടെ സോയാ ചങ്ക്സ് എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെയും നമ്മുടെ ആ മസാലയുടെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റ് മാറി കിട്ടണം. അതുവരെ 2-3 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ്. നമ്മുടെ ആ സോയ ചങ്ക്സിൻ്റെ പുറം ഭാഗത്തെ കളർ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങും. 2-3 മിനിറ്റ് വഴറ്റി കൊടുക്കുമ്പോൾ തന്നെ ഈ ഒരു രീതിക്ക് ഒരല്പസമയം ഞാനിതൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആ മസാലയുടെയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരുന്ന നമ്മുടെ ഉള്ളി പേസ്റ്റ് ചേർക്കാവുന്നതാണ്. കൂടെ ജാറിലേക്ക് ഒരു 2 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിക്ക് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ സോയ ചങ്ക്സിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ഈ ഒരു സമയം ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ലാസ്റ്റിൽ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇത് നല്ല രീതിക്ക് തന്നെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിനും ലോയ്ക്കും ഇടയിൽ വെച്ചിട്ട് വേണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അത്രയും സമയം കൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ആ ഒരു എണ്ണയ്ക്ക് ഇങ്ങനെ തെളിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ ഈ ഗ്രേവി എല്ലാം ഒന്ന് വറ്റിയും കിട്ടും. നമുക്ക് എത്രത്തോളം ഗ്രേവി വറ്റിച്ചെടുക്കണം അതിനനുസരിച്ചിട്ട് വറ്റിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ലോയ്ക്കും മീഡിയത്തിൽ തന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അടച്ചു വെക്കാനായിട്ട് ആരും മറക്കരുത്.
ദാ ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ ഒരു എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ തെളിഞ്ഞ് വരണം കേട്ടോ. അപ്പോഴാണ് ആ ഒരു കറി കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും കട്ടിയായിട്ടുള്ളൊരു ഗ്രേവി ആയിട്ടാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ലാസ്റ്റിൽ നമുക്ക് ചേർക്കേണ്ടത് ഒരല്പം മല്ലിയിലയാണ്. കൂടെ ഒരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതും കൂടി ചേർക്കുകയാണ്. ലാസ്റ്റിൽ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. വളരെ രുചികരമായിട്ടുള്ള ഒരു സോയാബീൻ കറിയാണ് കേട്ടോ ഇത്. നമുക്കിഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സൈഡായിട്ട് എടുക്കാവുന്നതാണ്. ചപ്പാത്തി, ദോശ, ബ്രെഡോ, ഫ്രൈഡ് റൈസ്, അങ്ങനെ ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുവരെ ഇതുപോലൊരു സോയാബീൻ കറി തയ്യാറാക്കിയിട്ടില്ലാത്തവർ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.